ഇതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണണം. കണ്ടിട്ട് ഇത്തിരിയെങ്കിലും നാണം വേണം. നാണം വെച്ച് ഒന്നെങ്കിൽ പണിയെടുക്കണം, അല്ലെങ്കിൽ ഉളുപ്പില്ലാതെ പേനയിൽ രാജിക്കത്ത് കൊടുത്ത് ഇറങ്ങിപ്പോണം. കേടായി, പൂവൊക്കെ കേടായി തുടങ്ങി, നശിപ്പിച്ച്. അതെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഒരു പൂന്തോട്ടത്തിലാണ് നിൽക്കുന്നത് എന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. റോഡിൽ ഡിമ്മിട്ടാലും ബ്രൈറ്റ് ഇട്ടാലും എതിരെ വരുന്ന, അതായത് ഇതിൽ വരുന്ന വാഹനങ്ങൾ രാത്രിയിൽ ബ്രൈറ്റ് ഇട്ട് പോയാൽ അവിടെ നിന്നും വരുന്ന വാഹനങ്ങൾ എൻ്റെ ഇപ്പുറത്തെ ഇതിലൂടെ വരുന്ന വാഹനങ്ങൾ, എതിരെ വരുന്ന വാഹനങ്ങളായ ഇതൊക്കെ പോകുന്നതുണ്ടോ. ഇപ്പോൾ ഡിമ്മിട്ടാലും ബ്രൈറ്റ് ഇട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാഴ്ച മറയരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. കാണുമ്പോൾ നല്ല ഭംഗിയിലിരിക്കുകയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രക്കാർക്ക്, വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കത്തുമില്ല, അപകടങ്ങൾ കുറയുകയും ചെയ്യും. ഇതൊക്കെ കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് തമിഴ്നാട് മുതൽ അങ്ങ് ഡൽഹി വരെയുള്ള സ്ഥലങ്ങളിൽ അപകടങ്ങൾ കുറവും. കേരളത്തിൽ 20,000 മുതൽ 25,000 വരെ വാഹനാപകടങ്ങളും 3,000 മുതൽ 5,000 വരെ അപകട മരണങ്ങളും സംഭവിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അലംഭാവവും പണിയെടുക്കാൻ താല്പര്യമില്ലാതെ, ഉളുപ്പില്ലാതെ ശമ്പളം മേടിക്കുന്നതും കൊണ്ടാണ്. എന്തായാലും ഇതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണണം. കണ്ടിട്ട് ഇത്തിരിയെങ്കിലും നാണം വേണം. നാണം വെച്ച് ഒന്നെങ്കിൽ പണിയെടുക്കണം, അല്ലെങ്കിൽ ഉളുപ്പില്ലാതെ പേനയിൽ രാജിക്കത്ത് കൊടുത്ത് ഇറങ്ങിപ്പോണം. അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ജുഡീഷ്യറികളെങ്കിലും നമ്മുടെ നാട്ടിലിരിക്കുന്ന ഉദ്യോഗസ്ഥരായ കള്ളന്മാരുടെ പേരിൽ ക്രിമിനൽ കേസുകൾ എടുത്ത് നടപടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.